ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും AJ's ക്രിയേഷൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അവന്തികയും മൂർത്തിയും കൂടി ആശ്രമത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് വരാൻ മൂർത്തി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൂർത്തി അവിടുത്തെ വിവരങ്ങളൊക്കെ മൂർത്തി പറയുന്നുണ്ട് അവിടെ കയ്യിലെടുക്കേണ്ടത് സിദ്ധനായ ശിവയോഗിയെ തന്നെയാണ്. ഇത് കേട്ട് അവന്തിക പറയുന്നുണ്ട്, ഇവിടെ അവന്തികയ്ക്ക് തോക്കാൻ സാധിക്കില്ല. തോറ്റാൽ അത് അവന്തികയുടെ മരണമാണ്. ഇനി എൻ്റെ മുൻപിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്ന് അവന്തിക പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ആശ്രമമാണ്. ശിവയോഗി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ളവരോട് പറയുന്നുണ്ട്, ഇവിടേക്ക് പുതിയ അതിഥികൾ പുറപ്പെട്ടു കഴിഞ്ഞു. ഈ സമയം അടുത്ത സ്റ്റാഫ് പറയുന്നുണ്ട് അവർക്കുള്ള റൂമെല്ലാം റെഡിയായി കഴിഞ്ഞു എന്ന്. മൂർത്തിയും അവന്തികയും കൂടി ഇപ്പോൾ ആദ്യം തന്നെ ആശ്രമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്, ഗോകുലും അർച്ചനയൊക്കെ എത്തുന്നതിന് മുമ്പ്. അങ്ങനെ മൂർത്തിയും അവന്തികയും കൂടി കാറിൽ നിന്നും ഇറങ്ങി അവിടേക്ക് വരുമ്പോൾ മുറ്റത്ത് തന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് നിൽക്കുന്നുണ്ടായിരുന്നു. ഗുരുജിയെ കാണാനാണോ എന്ന് അവർ ചോദിക്കുന്നു. നേരത്തെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. വരുന്നവരിൽ ആരാ ശത്രു മിത്രം എന്നറിയില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ നോക്കിയിട്ടേ സ്വാമിജിക്ക് ദർശനം അനുവദിക്കുള്ളൂ എന്നും അവിടെ നിൽക്കുന്ന ആ സ്ത്രീ പറയുന്നുണ്ട്. ഇദ്ദേഹം ആരാ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സഹായിയാണെന്ന് അവന്തിക പറയുന്നു. സഹായി എന്ന് പറയുമ്പോൾ എന്നവർ വീണ്ടും എടുത്ത് ചോദിക്കുന്നുണ്ട്. ഇത് ആശ്രമമാണോ അതോ പോലീസ് സ്റ്റേഷനാണോ എന്ന് അവന്തിക ചോദിക്കുന്നു. സാധാരണ പോലീസ് സ്റ്റേഷനിലാണ് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. കൂടെ വരുന്ന ഡ്രൈവർക്ക് താമസിക്കാനുള്ള സ്ഥലം ദേ അപ്പുറത്താണ്, അതാണ് ചോദിച്ചത് എന്ന് ആ സ്ത്രീ, അതായത് അവിടുത്തെ സ്റ്റാഫ് പറയുന്നുണ്ട്. ഇദ്ദേഹം എൻ്റെ ഡ്രൈവർ മാത്രമല്ല, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ് എന്ന് അവന്തിക പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ മൂർത്തിയും അവന്തികയും കൂട്ടി ആ സ്ത്രീ ഇപ്പോൾ സ്വാമിജിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയം സ്വാമിജി അവിടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ വന്നിരിക്കുന്നവരെ ശ്രദ്ധിക്കണം, അവർ വന്നിരിക്കുന്നത് സാധാരണ സ്ഥലത്തല്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് കേട്ടുകൊണ്ടാണ് അവന്തിക അവിടേക്ക് വരുന്നത്. ഇത് ശ്രദ്ധിച്ച് നിൽക്കുകയാണ് അവന്തിക. സത്യത്തിൻ്റെ ശക്തി അവരെ തോൽപ്പിക്കുക തന്നെ ചെയ്യും. അന്ന് ശത്രുവിൻ്റെ പേര് പോലെ ലോകത്തിൽ നിന്ന് മാഞ്ഞു പോകും എന്ന് പറഞ്ഞ് സ്വാമിജി വീണ്ടും പ്രാർത്ഥന തുടങ്ങുകയാണ്. ശേഷം കാണിക്കുന്നത് അർച്ചന ഇപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങി വരികയാണ്. കൂടെ ഗോകുലമുണ്ട്. ശിശിര താഴെ അവിടെ സോഫയിലിരിക്കുന്നുണ്ട്. അർച്ചന അവിടേക്ക് വന്ന് പറയുന്നുണ്ട്, മോളെ ഞാൻ ചേച്ചി ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്, അവളെ ശ്രദ്ധിക്കില്ലേ എന്നിങ്ങനെ അർച്ചന ചോദിക്കുമ്പോൾ ശിശിര ചോദിക്കുന്നുണ്ട്, നീ എന്താ അങ്ങനെ ചോദിച്ചത്? എനിക്ക് മോളോട് സ്നേഹമില്ലെന്നാണോ നീ പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്, അതൊന്നുമല്ല, നീ TVയിലും ഫോണിലും നോക്കി മോളുടെ കാര്യം മറന്നു പോകരുത്, അത്രയേ പറഞ്ഞുള്ളൂ. വീണ്ടും അർച്ചന പറയുന്നുണ്ട്, രാജീവിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം, മരുന്ന് കൃത്യമായി എടുത്തു കൊടുക്കണം, 2 ദിവസം കൂടുമ്പോൾ ആ മുറി തുടച്ച് വൃത്തിയാക്കണം എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട് ശിശിര പറയുന്നുണ്ട്, ഞാനതൊക്കെ ശ്രദ്ധിച്ചോളാം, നീ വീണ്ടും വീണ്ടും ഇത് പറയണമെന്നില്ല, ഇതുവരെ ഇതൊന്നും ചെയ്ത് കണ്ടില്ല, അതുകൊണ്ട് ഇതൊക്കെ ഓർമ്മിപ്പിക്കേണ്ടി വന്നത് എന്ന് ഗോകുൽ പറയുന്നു. അമ്മ എവിടെയെന്ന് അവർ തിരക്കുമ്പോൾ ഈ സമയം ശോഭന അവിടേക്ക് വരുന്നുണ്ട്. ഞാനും ഇവരുടെ കൂടെ പോവുകയാണെന്ന് ശോഭന പറയുന്നു. നേരത്തെ തീരുമാനിച്ചില്ലായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴാണ് തീരുമാനിച്ചത് എന്ന് ശോഭന പറയുന്നു. ഇത് കേട്ട് ശിശിര പറയുന്നുണ്ട്, ഇതെന്തൊരു പരിപാടിയാണ്, അമ്മയും കൂടി പോയാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും, ആഹാരം ആരുണ്ടാക്കും എന്ന് ചോദിക്കുന്നു. നീ തന്നെ ചെയ്താൽ മതി എന്ന് ശോഭന പറയുന്നുണ്ട്. അപ്പോൾ ഗൗരിമോളുടെയും രാജീവേട്ടൻ്റെയും കാര്യം നോക്കുന്നതോ? ഇതിനിടയ്ക്ക് ഫുഡ് ഉണ്ടാക്കാൻ എനിക്ക് എവിടെയാ സമയം എന്ന് ശിശിര ചോദിക്കുന്നുണ്ട്. നീ മൊബൈലിൽ നോക്കിയിരിക്കുന്ന സമയം മതി ഇത്രയും കാലം ഞങ്ങൾ വെച്ച് വിളമ്പി തരുന്നത്, നീ ഉണ്ടില്ലേ, ഇനി സ്വന്തം കാര്യം നോക്കാൻ നോക്ക് എന്നൊക്കെ ശോഭന ശിശിരയോട് പറയുന്നുണ്ട്. അമ്മ അവന്തിക വരുന്നുണ്ടല്ലോ, പിന്നെ അപ്പോൾ അമ്മ വരേണ്ട ആവശ്യമില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് വരാമെന്ന് ഗൂഗിൾ പറയുന്നു. മോൾ അവിടെ ചികിത്സയ്ക്കായി പോയി കിടക്കുമ്പോൾ എനിക്കിവിടെ കിടന്നാൽ ഉറക്കം വരില്ല, ഞാനും കൂടെയുള്ളതാണ് നല്ലത് എന്ന് ശോഭന പറയുമ്പോൾ ശിശിര പറയുന്നു, ഒരവസരം കിട്ടിയപ്പോൾ അമ്മ ടൂറ് പോകാൻ റെഡിയായി ഇറങ്ങിയതാണ്, അല്ലാതെ മരുമോളെ ചികിത്സിക്കാൻ പോകുമല്ല, അവിടെ ആകുമ്പോൾ അമ്പലവും ഭജനയും ആശ്രമവും ഒക്കെ ഉണ്ടാകുമല്ലോ എന്ന് ശിശിര പറയുന്നു. ഇവിടെ രാജീവും ഗൗരിമോളും അല്ലേ ഉള്ളൂ, അവരുടെ കാര്യം നീ നോക്കിയാൽ മതി എന്ന് ശോഭന പറയുന്നു. അങ്ങനെ അവർ ഇപ്പോൾ പോകാൻ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കാറിൽ കയറുന്ന കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ കാർ സ്റ്റാർട്ടാകുന്നില്ല. കാറിനെന്തോ ഒരു ചെറിയ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞ് ഗൂഗിൾ ഇപ്പോൾ കാർ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇതെന്തോ ഒരു ശകുനം മോശമാണെന്ന് തോന്നുന്നല്ലോ എന്നിങ്ങനെ ശിശിര പറയുന്നു. ഇത് കേട്ട് ഗൂഗിൾ പറയുന്നുണ്ട്, നീ നിൻ്റെ കരുനാക്കെടുത്ത് വളയ്ക്കല്ലേ എന്ന്. അങ്ങനെ വീണ്ടും നോക്കുന്നുണ്ട് ഗൂഗിൾ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ശരിയാകുമെന്ന് തോന്നുന്നില്ല, മെക്കാനിക്കിനെ വിളിച്ചേ പറ്റൂ, നമുക്ക് ഏതെങ്കിലും ടാക്സി വിളിച്ച് പോകാം എന്ന് ശോഭന പറയുമ്പോൾ ഗൂഗിൾ പറയുന്നുണ്ട്, അത് വേണ്ട, എന്തായാലും മെക്കാനിക്കിനെ വിളിച്ച് നോക്കട്ടെ, അവർ വന്ന് റെഡിയാക്കിക്കോളും. അങ്ങനെ ഗൂഗിൾ മെക്കാനിക്കിനെ വിളിക്കുന്നുണ്ട്.
ശേഷം ഇപ്പോൾ അവന്തികയെ കാണിക്കുന്നു. അവന്തിക ഇപ്പോൾ സ്വാമിജിയോട് സംസാരിക്കുന്നുണ്ട്. അവന്തിക അസോസിയേറ്റ് ചാരിറ്റി രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് അവന്തിക പറയുന്നു. ഇവിടെയും അതുപോലെ എന്തെങ്കിലും ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഇത് കേട്ട് സ്വാമിജി പറയുന്നുണ്ട്, നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വലിയ നന്മയാണ്. അത് എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ഉടനെ അവന്തിക പറയുന്നുണ്ട്, സ്വാമിജിയുടെ പ്രശസ്തി വർദ്ധിപ്പിക്കാനും പണം കൊണ്ട് സഹായം ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറയുമ്പോൾ ഉടനെ സ്വാമിജി ചോദിക്കുന്നു, എൻ്റെ പ്രശസ്തിയോ? ഉടനെ അവന്തിക പറയുന്നുണ്ട്, അല്ല, ആശ്രമത്തിൻ്റെ പ്രശസ്തി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെ, നിങ്ങളെപ്പോലുള്ളവർ സമൂഹത്ത് പിടിപാടും കഴിവുകളും ഉള്ളവരാണ്. കുറച്ച് അന്തേവാസികളുണ്ട്, പിന്നെ കുറച്ച് പഠിക്കുന്ന കുട്ടികളും എന്ന് സ്വാമിജി പറയുമ്പോൾ, എന്തായാലും പഠനം ചിലവുള്ളതാണല്ലോ. ഈ ആശ്രമത്തിൽ പഠിക്കുന്ന എത്ര കുട്ടികളാണെങ്കിലും ആ കുട്ടികളുടെ ചിലവ് വഹിക്കാൻ ഞാൻ തയ്യാറാണ് ഇവിടെ എന്ന് അവന്തിക പറയുമ്പോൾ സ്വാമിജി പറയുന്നുണ്ട്, ഇവിടുത്തെ കുട്ടികളെല്ലാവരും പഠിക്കാൻ മിടുക്കന്മാരാണ്. പലരും പല വിധത്തിൽ അവരെ സഹായിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ഏറ്റെടുത്താൽ പിന്നെ അവരുടെ കാര്യങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരില്ല എന്ന് അവന്തിക പറയുന്നുണ്ട്. അതറിയാം, പക്ഷേ ഞങ്ങളിങ്ങനെ സഹായിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഗുണം? ഇന്നത്തെ കാലത്ത് ചാരിറ്റി എന്ന് പറയുന്നത് വെറും ചാരിറ്റി അല്ലെന്ന് എനിക്കും അറിയാം എന്ന് സ്വാമിജി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട്, സ്വാമിജിയോട് കാര്യങ്ങൾ തുറന്നു പറയുന്നതിൽ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കാര്യങ്ങൾ തുറന്നു പറയാം. ചെറിയ സഹായം സ്വാമിജി എനിക്ക് ചെയ്തു തന്നാൽ മതിയാകും. എന്ത് സഹായമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് സ്വാമിജി ചോദിക്കുമ്പോൾ, അതങ്ങനെ വലിയ കാര്യമൊന്നുമല്ല, സമയമാകുമ്പോൾ ഞാൻ പറയാം. ആ സഹായം ചെയ്യുന്നത് കൊണ്ട് മഠത്തിനോ ആശ്രമത്തിനോ സ്വാമിജിക്കോ ഒന്നും സംഭവിക്കില്ല. ഇത്രയും ചെറിയ സഹായം ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ ചെറിയ ചില സഹായങ്ങൾ ഞങ്ങളും തിരിച്ചു ചെയ്യണമല്ലോ, അതല്ലേ ന്യായം എന്ന് സ്വാമിജിയും പറയുന്നു. അപ്പോൾ സ്വാമിജിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് അവന്തിക പറയുന്നു. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. ഈ ആശ്രമത്തിൻ്റെ ചിട്ടവട്ടങ്ങൾക്ക് നടക്കാത്ത ഒന്നും തന്നെ ചെയ്യാൻ ഞാൻ തയ്യാറാവില്ല. എന്തായാലും ഈ ആശ്രമത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും കാണിച്ച നിങ്ങളോട് എനിക്ക് വളരെ നന്ദിയുണ്ടെന്നും സ്വാമിജി പറയുന്നു. ഇത് കേട്ട് അവന്തിക ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഒരു ബ്ലാങ്ക് ചെക്ക് തരട്ടെ? എത്ര തുക വേണമെങ്കിലും ഗുരുജിക്ക് എഴുതിയെടുക്കാം. ഇത് കേട്ട് സ്വാമിജി പറയുന്നുണ്ട്, തൽക്കാലം അതിൻ്റെയൊന്നും ഒരാവശ്യവുമില്ല. ആശ്രമത്തിലെ അന്തേവാസികളെയും കുട്ടികളെയും സഹായിക്കണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഇവിടുത്തെ അന്തേവാസികൾക്കും കുട്ടികൾക്കും ഒരു ചാക്കരി ദാനമായിട്ട് അത്രയും മതിയാകും. തൽക്കാലം ഇതല്ലാതെ മറ്റൊന്നും ആവശ്യമില്ലെന്നും പറയുന്നുണ്ട്. വന്നതിൽ സന്തോഷം, നമുക്ക് പിന്നീട് കാണാം എന്ന് പറഞ്ഞ് സ്വാമിജി ഇപ്പോൾ അവിടെ നിന്ന് പോകുന്നു. ഇത് കേട്ട് സ്വാമിജി പോയ ശേഷം മൂർത്തി ചോദിക്കുന്നുണ്ട്, ഇതെന്താ സ്വാമിജി എന്താ നമ്മളെ കളിയാക്കിയിട്ട് പോയതാണോ? ഇത്രയും വലിയ ഓഫർ കൊടുത്തിട്ടോ ഒരു ചാക്ക് അരി പോലും അയാളുടെ മനസ്സിൽ എന്താണെന്ന് പിടികിട്ടുന്നില്ലല്ലോ എന്ന് അവന്തികയും പറയുന്നു. ഒരു ചാക്ക് അരിയെങ്കിൽ അരി അത് കൊടുത്തേക്ക്, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്നും പറയുന്നുണ്ട്. ശേഷം ഇപ്പോൾ സച്ചിയാണ് കാണിക്കുന്നത്. സച്ചി ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സാധാരണ വക്കീൽ ഓട്ടം വിളിക്കുന്ന സമയം കഴിഞ്ഞല്ലോ. ശേഷം സച്ചി ഇപ്പോൾ വക്കീലിനോട് വഴക്കിട്ട കാര്യവും ആലോചിക്കുന്നു. മനഃപൂർവ്വം വിളിക്കാത്തതായിരിക്കും, ആകെ ദേഷ്യമായി കാണും, അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു എന്നൊക്കെ സച്ചി മനസ്സിൽ ഓർക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ ആരതി വക്കീലിൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കുകയാണ് സച്ചി. എന്നാൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇനിയിപ്പോൾ കോടതിയിലെങ്ങാനും ആയിരിക്കുമോ? ഒരു സോറിയെങ്കിലും പറയാതെ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല. ഇനിയിപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നതും ഇല്ലല്ലോ എന്നൊക്കെ സച്ചി വിചാരിക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്. സച്ചി അവിടെ വിളിച്ച് തിരക്കുമ്പോൾ അവിടെയും എത്തിയിട്ടില്ല എന്നാണ് അറിയുന്നത്. രാവിലെ മുതൽ കക്ഷികൾ ഓരോന്നായിട്ട് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഫോണിലെ ചാർജ് തീർന്നതായിരിക്കാം. സാർ ഒന്നുകൂടി വിളിച്ചു നോക്ക് എന്ന് ഗുമസ്തൻ പറയുന്നുണ്ട്. വിളിക്കുമ്പോൾ ഞാൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് സച്ചി പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. ഇത്രയും സമയം ഫോൺ ഓഫാക്കി വെക്കുക എന്ന് വെച്ചാൽ അതും ആരതി വക്കീലിനെ പോലെ ഇത്രയും തിരക്കുള്ള ഒരാൾ എന്ന് വളരെ ടെൻഷനോടെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സച്ചി. ശേഷം ഇപ്പോൾ ആരതി തിരക്കി പോവുകയാണ്. ഈ സമയം തന്നെ ഇപ്പോൾ ഗോകുലിൻ്റെ കാർ പുറത്തു നിന്നും ഒരു മെക്കാനിക്ക് വന്ന് ശരിയാക്കി കൊടുക്കുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറയുമ്പോൾ അങ്ങനെ ഗോകുൽ വണ്ടി സ്റ്റാർട്ടാക്കി നോക്കുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.